بسم الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു. അൽഹംദുലില്ലാഹ്. മാസങ്ങളോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് നീ എന്നെ എത്തിക്കണമേ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 1.5 മണിക്കൂറോളം അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും നമസ്കരിക്കാൻ സാധിച്ചു. അള്ളാഹു നമ്മുടെ അമൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ബോധത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ശുക്ർ കാണിക്കുന്ന അടിമകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ മരണവാർത്തകൾ നമ്മൾ കേട്ടു. അവരൊക്കെയും ആഗ്രഹിച്ചിരുന്നു റമളാനിനെ, അവരൊക്കെ കരുതിയിരുന്നു റമളാൻ അവർക്ക് ലഭിക്കുമെന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. എന്നാൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ ഒരുക്കുന്നത്. ആ അവസരങ്ങളിലേക്കൊക്കെ കടന്നു പോകാനും ഒരു മടിയുമില്ലാതെ അതിൻ്റെ ഭാഗമാകുവാനും നമുക്ക് കഴിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആര് നന്മകളിൽ നിന്ന് മടിച്ച് മാറി നിൽക്കുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനുള്ള തൗഫീഖ് അവനിൽ നിന്ന് എടുത്തു കളയുമെന്നാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമലുകളിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി നല്ല നിയ്യത്തോടുകൂടി കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. അമലിനേക്കാൾ വലുതാണ് നിയ്യത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആത്മാർത്ഥമായ ഇഖ്ലാസോട് കൂടിയിട്ടുള്ള നിയ്യത്തോടുകൂടിയായിരിക്കണം ഓരോ അമലുകളിലേക്കും നമ്മൾ കടന്നു ചെല്ലേണ്ടത്. റമളാനിൽ പ്രവേശിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെ ഉള്ള കഴിവും പ്രാപ്തിയും തന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിൽ നിന്ന് മടിച്ചു നിൽക്കാൻ ഒരിക്കലും പാടില്ല. നന്മയിലേക്ക് കടന്നു വരണം. ഇന്ന് ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, തിന്മ ആഗ്രഹിക്കുന്നവരെ, തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ പിറകോട്ടേക്ക് പോകൂ. ഇത് നന്മകൾക്കുള്ള മാസമാണ്, ഇത് ക്ഷമയുടെ മാസമാണ്. ധാരാളം പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. എന്നാൽ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ക്ഷമിക്കും എന്നുള്ള ബോധത്തോടുകൂടി റമളാനിൻ്റെ ഇനി വരുന്ന ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു നമുക്ക് ഉത്തരം നൽകി. ഇനിയും ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലസ്സിയാമി വൽ ഖിയാം, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. എന്തിനെ? അസ്സിയാം നോമ്പ് നോൽക്കുവാൻ വേണ്ടി, വൽ ഖിയാം രാത്രി നമസ്കാരത്തിന് വേണ്ടി. അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. പിന്നീട് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഖബ്ബലീൻ, അല്ലാഹുവേ അമലുകൾ സ്വീകരിക്കുന്ന, ഖബൂൽ ചെയ്യുന്ന നിന്റെ അടിമകൾ അല്ലാഹുവേ നീ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണമേ എന്ന് ഇനിയും ധാരാളം ദുആ ചെയ്യാൻ നമുക്കുണ്ട്. ഒരു നോമ്പുകാരൻ്റെ ദുആ അല്ലാഹു തള്ളിക്കളയില്ല. അത്താഴത്തിൻ്റെ തഹജ്ജുദിൻ്റെ സമയം ദുആ ചെയ്യാൻ മടിക്കുന്നവരാകരുത് നമ്മൾ ആരും. നോമ്പ് മുറിക്കുന്ന നേരം മറ്റു തിരക്കുകളിലായിക്കൊണ്ട് ദുആ ചെയ്യാൻ മടിക്കുന്നവരായി, അതിൽ നിന്ന് വിട്ടുപോകുന്നവരായി മാറാൻ പാടില്ല. ഇന്നുള്ള അതേ ആവേശം റമളാനിൻ്റെ അവസാനം വരെ കൊണ്ടുപോകുവാൻ
നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഈമാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈ നിമിഷം നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഓതാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഖുർആൻ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ കടന്നു പോകുന്ന ഓരോ സെക്കൻഡിനും വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഈ ഒരു സെക്കൻഡ് കടന്നുപോയാൽ പിന്നെ നമുക്കത് ലഭിക്കില്ല, പിന്നെ വേവലാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. ഈ നിമിഷം അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുവാൻ തയ്യാറാകുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലുള്ള എല്ലാ നന്മകളും വാരിക്കൂട്ടുന്ന അവൻ്റെ ഏറ്റവും നല്ല അടിമകളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം നിങ്ങളൊക്കെ അറിയിക്കാനുള്ളത്, സുബ്ഹി ബാങ്ക് കൊടുത്ത് ഇഖാമത്തിന് 25 മിനിറ്റാണുള്ളത്. 25 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമസ്കാരം ആരംഭിക്കും എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.